അപ്പോൾ ഈ ശബരിമല കേസിൽ നമ്മളത് ഡയറക്റ്റായിട്ട് ഈ സാധനം ഇത് ഇത്ര വ്യക്തമായിരിക്കും ആൾക്കാർക്ക് എന്നുള്ളത് അത് മനസ്സിലാകാത്തതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ചെയ്തത് നാമജപ ഘോഷയാത്രക്കാർ പറഞ്ഞതാണ് ശരി എന്ന് സമ്മതിച്ചു കൊടുക്കുകയത്, വേറെ ഒന്നുമല്ല. അവൻ അതിൻ്റെ വോട്ട് കിട്ടും എന്നൊരു സങ്കല്പം അതിൽ പാളിച്ചുണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ VM സുധീരൻ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ MP ആയിട്ട് മത്സരിക്കും. വെള്ളാപ്പള്ളിയായിട്ട് പുള്ളി ഉടക്കാം, സുധീരനും വെള്ളാപ്പള്ളിയും തമ്മിൽ ഉടക്കാം. വെള്ളാപ്പള്ളി പരസ്യമായി രംഗത്ത് സുധീരനെ ആലപ്പുഴയിൽ നിന്ന് കെട്ടിക്കുമെന്ന് പുള്ളി പ്രഖ്യാപിച്ചു. അപ്രാവശ്യം സുധീരൻ ജയിക്കുകയത്. നേരത്തെ ഒരു ജയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, BDJSൻ്റെ NSSൻ്റെ തിരുവനന്തപുരത്ത് ഒരു താലൂക്ക് യൂണിയൻ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി നോട്ടീസ് അടിച്ച് NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുടെ പേരിൽ നോട്ടീസ് അടിച്ച് പരസ്യമായി വീടുകളിൽ കൊണ്ടു കൊടുത്തു. വോട്ടെണ്ണിയപ്പോൾ ഇവരാർക്കെതിരെയാണോ പ്രവർത്തിച്ചത് ആ സ്ഥാനാർത്ഥിയെ ജയിച്ചത്. അപ്പോൾ ഇവർക്ക് ഈ വോട്ടിൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ട്, ഇവരുടെ പോക്കറ്റുകൾ. ഇതൊക്കെ വെറുതെ ഒരു തെറ്റിദ്ധാരണ, അങ്ങനൊന്നുമില്ല, അങ്ങനെ ഇല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ വോട്ടിൻ്റെ മേൽ സ്വാധീനമുള്ളത് ന്യൂനപക്ഷങ്ങൾക്കാണ്. ക്രിസ്ത്യാനികൾക്ക് വോട്ടിന് മേലൊരു സ്വാധീനം, മുസ്ലിങ്ങൾക്കും വോട്ടിന് മേൽ സ്വാധീനം. അങ്ങനെ ഒരു മതമല്ലെന്ന് ഹിന്ദു മതം, ഇത് പല ജാതികളായി കിടക്കുന്നൊരു സംഭവമാണ്.